നമസ്കാരം. ഞാൻ ഡോക്ടർ ഷീജ സുഗമൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അഡീഷണൽ പ്രൊഫസറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റേബീസ് അഥവാ പേപ്പട്ടി വിഷബാധയെ കുറിച്ചാണ്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഈ അണുക്കൾ വ്യാപിക്കുന്നത്, എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്, ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും, അതുപോലെ തന്നെ വളരെ വിരളമായിട്ടായാലും പലപ്പോഴും വാക്സിൻ കൊടുത്തു കഴിഞ്ഞു പോലും മരണം സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് തടയാൻ പറ്റുമോ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഈ റേബീസ് വെച്ചാൽ എന്തുവാണ്, ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇത് വ്യാപിക്കുകയും പല രോഗലക്ഷണങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, റേബീസ് എന്ന് വെച്ചാൽ സംഭവിക്കുന്നത് സാധാരണ ഒരു പട്ടി കടിച്ചാലോ പൂച്ച മാന്തിയാലോ ആണ് ഈ അസുഖം ഉണ്ടാകും. പട്ടിയും പൂച്ചയും മാത്രമല്ല, നമ്മുടെ പരിസരത്ത് കാണുന്ന എല്ലാ വന്യമൃഗങ്ങൾക്കും അതേപോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും ഈ അസുഖം പടർത്താൻ സാധ്യത ഉള്ള കഴിവുള്ള മൃഗങ്ങളാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, പട്ടി മാത്രമല്ല, പട്ടിക്കുട്ടിയായാലും പൂച്ചക്കുട്ടിയായാലും എല്ലാം തന്നെ ഈ അസുഖം വരുത്താൻ കഴിവുള്ള, അല്ലെ ഈ അസുഖം അവർക്കും ബാധിക്കാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് റേബീസ് അഥവാ പേപ്പട്ടി വിഷബാധ. അപ്പൊ ഒരു പട്ടി കടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പട്ടി കടിച്ചാൽ ആ കടിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഉമിനീരിനകത്ത് ഈ അണുക്കൾ കാണും. ഇത് അവിടെ കയറിയിരിക്കും. അപ്പൊ ഈ കടിച്ച സ്ഥലത്ത് ഈ വൈറസിന് എത്ര നാള് വേണേലും ഇരിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ അതവിടെ ഒരു 1-2 ആഴ്ച ആണ് ഈ കടിച്ച സ്ഥലത്ത് ഈ വൈറസ് കാണുക. അത് കഴിയുമ്പം ഈ വൈറസ് പതുക്കെ ഞരമ്പിനകത്തോട്ട് കയറും. ഞരമ്പുകൾക്കുള്ളിൽ ഈ വൈറസ് കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ വൈറസ് അവിടെ വളരെ സേഫാണ്, വളരെ സുരക്ഷിതമായ ഒരു ഭവനമാണ് ഈ വൈറസിന് നമ്മുടെ ഞരമ്പുകൾ. ഇതിനകത്ത് കയറി കഴിയുമ്പോഴാണ് ഈ വൈറസ് ക്രമാതീതമായി പെരുകാൻ തോന്നുകയും അത് അവിടുന്ന് നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. പല ഭാഗത്തോട്ടല്ല ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഞരമ്പിൽ കയറിക്കഴിഞ്ഞാൽ ഞരമ്പ് വഴി തന്നെ ഇത് നമ്മുടെ സ്പൈനൽ കോഡിൽ എത്തുന്നു. സ്പൈനൽ കോഡിലെ ഞരമ്പുകൾ വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇതിന്റെ രോഗലക്ഷണങ്ങൾ കാണുന്നത്. അപ്പൊ കടിച്ച സ്ഥലത്ത് നിന്ന് ഞരമ്പിലോട്ട് കയറുന്ന സമയത്താണ് പലപ്പോഴും നമുക്കൊരു പെരുപ്പ് പോലെ തോന്നാം. അത് നമ്മുടെ സ്പൈനൽ കോഡിൽ എത്തിക്കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്കൊരു ഇടുപ്പ്, കയ്യിലാ കടിച്ചിരിക്കുന്നെങ്കിൽ ഒരു കഴുത്തിൽ വേദന, അല്ലെ കാലിലാ കടിച്ചിരിക്കുന്നെങ്കിൽ ഒരു ഇടുപ്പ് വേദന, അല്ലെ കഴുപ്പ് അങ്ങനെ തോന്നിക്കാം. അത് കഴിഞ്ഞ് ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു തലവേദന, ഛർദില്, ചെറിയ പനി ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഈ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട്, വെള്ളം കാണുമ്പോൾ പേടി, കാറ്റടിക്കുമ്പോൾ ബുദ്ധിമുട്ട്. കുറച്ചുകൂടെ കഴിയുമ്പം പലപ്പോഴും ചില രോഗികളാണെങ്കിൽ വളരെ വയലന്റ് ആവാറുണ്ട്, ഇങ്ങനെ തുപ്പുകയും കടിക്കുകയും ഒക്കെ ചെയ്യും. ചിലരാണെങ്കിൽ വയലന്റ് ആവാറില്ല, ഡം റേബീസ് എന്ന് പറയുമ്പോൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ 2 രീതിയിലുള്ളത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വൈറസ് ഈ ഞരമ്പുകളിൽ കൂടി നമ്മുടെ യാത്ര ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ എത്തുന്ന സമയത്തൊന്നും തന്നെ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നോ ആ മൃഗത്തിന്റെ കയ്യിൽ നിന്നോ മറ്റൊരാൾക്ക് റേബീസ് കിട്ടില്ല. ഇത് ബ്രെയിനിൽ ചെന്ന് പെരുകിയതിനു ശേഷം തിരിച്ചു ഞരമ്പ് വഴി താഴോട്ട് വന്ന് ഉമിനീരിലോട്ടും നമ്മുടെ കണ്ണീരിലോട്ടും ഒക്കെ വരുന്ന സമയത്താണ് മറ്റുള്ളവരിലേക്ക് ഈ അസുഖം പകരാൻ സാധ്യത. ഈ രീതിയിലാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ സ്പ്രെഡ് ചെയ്യുന്നതും നമ്മളിൽ ഓരോ രോഗലക്ഷണങ്ങൾ വരുത്തുകയും ചെയ്യുന്നത്. ബ്രെയിനിന് വ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാറുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് ചില ചികിത്സ കാരണം മരണം ചിലപ്പോൾ കുറച്ച് വൈകാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രാക്ടിക്കൽ രീതിയിലും സംസാരിക്കുകയാണെങ്കിലും റേബീസ് എന്ന് പറയുന്ന അസുഖം 100% മരണം സംഭവിക്കുന്ന ഒരു അസുഖമാണ്. അത് കാരണം തന്നെ ഇതിനെ എല്ലാവിധത്തിലും നമ്മൾ തടയാൻ നോക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ്. അപ്പൊ ഏത് രീതിയിലാണ് നമുക്കിതിനെ തടയാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വൈറസ് ഞാൻ പറഞ്ഞു ഉമിനീരിനകത്താ ഉള്ളത്. അതും ഞാൻ പറഞ്ഞു കടിക്കുന്ന സ്ഥലത്ത് ഇത് കുറച്ച് ദിവസം ചിലപ്പം ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് പലപ്പോഴും ഞരമ്പിനെ കണ്ടെത്തുന്നത്. അപ്പം ഇത് ആ കടിച്ച സ്ഥലത്തിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഈ വൈറസിനെ കൊല്ലാൻ സാധിക്കണം, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കണം. വൈറസ് ഞരമ്പുകൾക്കുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാക്സിനോ ഇമ്മ്യൂണോഗ്ലോബുലിനോ ഒന്നും തന്നെ ഫലപ്രദമാവില്ല. അപ്പൊ അത് കാരണം തന്നെ ഇതിന്റെ ചികിത്സയ്ക്ക്
വളരെയധികം സമയബന്ധിതമായിട്ട് ചികിത്സ നൽകണമെന്നും അതിന്റെ എല്ലാ ശുശ്രൂഷകളും കൃത്യസമയത്ത് വളരെ നേരത്തെ ചെയ്യണം എന്നുള്ളതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇനി ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഈ കടികൾ തന്നെ പല രീതിയിലാവും. ചിലപ്പോൾ നമ്മളൊരു പട്ടി നക്കിയതേ കാണും, നക്കിക്കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു എക്സ്പോഷറായിട്ട് കരുതുന്നില്ല. അപ്പം മുറിവുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ നക്കിയ സ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സോപ്പും വെള്ളവും വെച്ച് കഴുകിയാൽ മാത്രം മതിയാവും. അതേസമയം നക്കുകയല്ല ചെയ്തത്, ഒന്ന് കരണ്ടി എന്ന് പറയുമ്പം നമ്മുടെ പല്ല് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പോലെ ഉണ്ടാക്കി, മുറിവായിട്ടൊന്നുമില്ല, ബ്ലഡ് ഒന്നും കാണുന്നില്ല, പക്ഷെ കരണ്ടിയിട്ടുണ്ട്, ചെറിയ പാട് പോലെ കാണാം. അതിന് നമ്മൾ കാറ്റഗറി 2 എന്നാണ് പറയുന്നത്. ആ സ്ഥിതിയിൽ നമ്മൾ ആ സ്ഥലം കഴുകുകയും വേണം. അത് കൂടാതെ അതിൻ്റെ കൂടെ നമ്മൾ വാക്സിനും കൂടെ എടുക്കണം. കാറ്റഗറി 3 എന്ന് പറയുന്നതാണ് ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള കടികൾ. ഇതിലാണ് നമ്മൾ ഈ വാക്സിൻ ഫെയിലിയറും എല്ലാം കാണുന്നത്. എപ്പോഴും നമ്മൾ കാറ്റഗറി 3യിലാണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് ഈ വലിയൊരു മുറിവ് വരുമ്പോഴല്ല നമ്മൾ കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു പട്ടി നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് വെച്ചാൽ നമ്മുടെ വായിക്കകത്തോട്ട് അതിന്റെ തുപ്പൽ വരാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനകത്തോട്ട് തുപ്പൽ വരാൻ സാധ്യത, ഒരു മ്യൂക്കസ് മെമ്പറൈൻ എക്സ്പോഷർ വന്നാലും കാറ്റഗറി 3 ആണ്. അതുപോലെ തന്നെ ഒരു പൂച്ച മാന്തി അല്ലെ പട്ടി മാന്തുകയോ കടിക്കുകയോ ചെയ്തു, വലുതായിട്ട് കടിച്ചിട്ടില്ല, ചെറിയൊരു പോറൽ മാത്രമേ ഉള്ളൂ, പക്ഷെ രക്തം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതും കാറ്റഗറി 3 ആണ്. രക്തം പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്, ഞരമ്പുകളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഉടൻ തന്നെ ഇതെങ്ങനെ നമുക്ക് തടയാം? എൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 3 ചികിത്സാ രീതികളാണ്. ഒന്ന്, നമ്മൾ കടിച്ചെടുത്ത് എന്ത് ചെയ്യണം, അവിടെ കൊടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനും പിന്നെ കൊടുക്കുന്ന വാക്സിൻ. ഈ 3ആണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ. അതിൽ ലോക്കൽ വൂണ്ട് കെയർ എന്ന് പറഞ്ഞാൽ എവിടെയാണോ പട്ടി കടിച്ചിരിക്കുന്നത് ആ ഭാഗം വൃത്തിയായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച്, സോപ്പും വെള്ളവും എന്ന് പറയുമ്പോൾ നമ്മളൊരു പൈപ്പിന്റെ താഴെ കാണിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റ് വൃത്തിയായിട്ട് കഴുകണം. ഈ രീതിയിൽ കഴുകുമ്പോൾ തന്നെ ഒരു 70% വൈറസും നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പം തന്നെ പുറത്തു പോവുകയാണ്. അപ്പൊ ഒരു കടി ഏറ്റാൽ ഓടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് പകരം എവിടെ വെച്ച് കടി ഏറ്റോ അവിടെ വെച്ച് വൃത്തിയായിട്ട് കഴുകണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്. കഴുകിയിട്ട് വേണം നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബീറ്റാഡിൻ അല്ലെ സർജിക്കൽ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ കടിച്ച മുറിവിൽ നമുക്കത് ഇടാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാക്സിൻസ് തരുന്നു. ഈ വാക്സിൻസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ആന്റിബോഡി ഉണ്ടാക്കുന്നു. ഈ ആന്റിബോഡികൾക്ക് വൈറസിനെ, റേബീസ് പേപ്പട്ടി വിഷബാധ ഉണ്ടാക്കുന്ന വൈറസിനെ ഇല്ലാതാക്കാൻ കൊല്ലാനുള്ള കഴിവുള്ള ആന്റിബോഡികൾ. പക്ഷെ ഇതിൽ ഒരു പ്രശ്നമുള്ളത്, നമ്മളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാവാനായിട്ട് 7 ദിവസം വരെ താമസം വരും. കാരണം ഇത് നമ്മൾ ഒരു ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നു, അവിടുന്ന് ചില കോശങ്ങൾ എടുത്തുകൊണ്ട് പോയി ആന്റിബോഡി ഉണ്ടാക്കുന്ന കോശങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് മെച്ചുവറായിട്ടാണ് ഈ ആന്റിബോഡി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെല്ലാം കൂടെ ഒരാഴ്ച സമയം എടുക്കും. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ ഒരു കാരണവശാലും ഈ വൈറസ് ഒരു ഞരമ്പിനെ കണ്ടെത്തരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എവിടാണോ മുറിവ് സംഭവിച്ചിരിക്കുന്നത് അവിടെ തന്നെ വേറൊരു മരുന്ന് കുത്തിവെക്കുന്നത്. അതിന്റെ പേര് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ്. ഇപ്പൊ ഈ മരുന്നിനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ പ്രീഫോംഡ് ആന്റിബോഡിയാണ്. എന്ന് വെച്ചാൽ ഈ മരുന്നിന് നേരിട്ട് വൈറസിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കരുകുമ്പോൾ 3/4% വൈറസ് പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കുമ്പം അവിടെ എന്തെങ്കിലും വൈറസ് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇല്ലാതാക്കി. പിന്നെ 1-2 എങ്കിലും അവിടെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ വാക്സിൻ അതിനെയും കൂടെ ഇല്ലാതാക്കും. അപ്പം ഈ 3 രീതിയിലാണ് നമ്മൾ ഈ വൈറസിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് വളരെ അധികം ഫലപ്രദമായ ഒരു പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് ആണെന്ന് ഉള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പം എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ വാക്സിൻ ഫെയിലിയർ വരുന്നു എന്നൊക്കെയുള്ള കാര്യം പറയുന്നല്ലേ. പലപ്പോഴും നമ്മൾ പത്രങ്ങളിലും TV-യിലും ഒക്കെ വളരെയധികം വേദനാജനകമായ ഒരു വാർത്തയാണ്. ഒരു കുഞ്ഞോ ഒരു വയോധ്യോ ആരായാലും നമുക്കൊരു പട്ടി കടിച്ചിട്ടോ പൂച്ച മാന്തിയിട്ടോ മരണം സംഭവിച്ചു എന്ന് കേൾക്കുമ്പം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതും വാക്സിനും എല്ലാം കൊടുത്തിട്ട് മരണം സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമുക്കൊരു വ്യാകുലത വരികയും എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും. അപ്പൊ അതിന്റെ കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം.
അപ്പം ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഒരു വർഷം 20,000-ൽ പരം ആൾക്കാരാണ് പേപ്പട്ടി വിഷബാധ മൂലം മരണം സംഭവിക്കുന്നത്. കണക്കുകൾ പ്രകാരം നമ്മുടെ ഈ ഓരോ ഓരോ അരമണിക്കൂർ കൂടുമ്പം ഇന്ത്യയിൽ ഒരാൾ പേപ്പട്ടി വിഷബാധ മൂലം മരണം സംഭവിക്കുന്നുണ്ടെന്ന്, ഓരോ 2 സെക്കൻഡിലും ആർക്കോ എവിടെയോ ഒരു കടി കിട്ടുന്നുണ്ട് എന്നുള്ളതും ആണ് വാസ്തവം. അപ്പൊ ഈ ഒരു ഡിസീസിന്റെ ബേർഡൻ അല്ലെ ഇതിന്റെ തോത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടുതലാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലും ഈ കാര്യത്തിൽ നമ്മളും പുറകോട്ടല്ല. കേരളത്തിൽ ഒരു വർഷം ശരാശരി 4.5 ലക്ഷം ആൾക്കാർക്കാണ് നമ്മൾ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ കൊടുക്കും. അപ്പൊ 4.5 ലക്ഷം ആൾക്കാർക്ക് നമ്മൾ കുത്തിവയ്പ്പ് കൊടുക്കുമ്പം അതിൽ 5-6 പേർക്കാണ് ഇത് ഫലപ്രദം ആവാതെ പോകുന്നത്. അതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമപ്പം അങ്ങനെ ആയാൽ പോലും എന്തുകൊണ്ട് ഇത് 5-6 പേര് ഫലപ്രദം ആവാതെ പോകും, അതൊരു ചോദ്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചു ചിലപ്പം വാക്സിന്റെ ഗുണനിലവാരം കുറഞ്ഞിട്ടാണ്. ഇപ്പൊ 2022 ഗവൺമെന്റ് വാക്സിൻ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ വാക്സിന്റെ ക്വാളിറ്റിക്ക് അന്ന് കുഴപ്പമില്ല എന്നാണ് വന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ ശരിക്കും ഒരു വാക്സിന്റെ പ്രോബ്ലം ആണെങ്കിൽ, ഇപ്പൊ സാധാരണ ഒരു പേപ്പട്ടിയാണെങ്കിൽ ഒരാളെ അല്ല പലരെയും അത് കടിക്കും. അപ്പൊ പലരും വാക്സിനേഷൻ എടുക്കുന്നു, പലർക്കും കടിയേക്കുന്നു, പക്ഷെ അതിൽ ഒരാൾ മാത്രമേ മരണപ്പെടുന്നുള്ളൂ, ബാക്കി എല്ലാവരും രക്ഷപ്പെടുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ആ മരുന്നിന്റെ കുഴപ്പമാവാൻ വഴിയില്ല. മരുന്നിന്റെ കുഴപ്പമായിരുന്നെങ്കിൽ നമുക്ക് ആ ബാക്കിയുള്ളവർ കടിച്ചവർക്ക് മരണം സംഭവിക്കണ്ടേ, അവർ രക്ഷപ്പെടാൻ എന്തുകൊണ്ട് അവരിൽ അസുഖം വന്നില്ല? അപ്പൊ അതിന്റെ അർത്ഥം മരുന്നല്ല പ്രശ്നം. പിന്നെ നമ്മൾ വിചാരിച്ചു മരുന്നല്ല പ്രശ്നമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നു. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും കടി ഏൽക്കുമ്പം നേരിട്ട് ഞരമ്പിന്റെ മേളിലേക്കാണ് ഈ കടി വരുന്നതെങ്കിൽ ഈ വൈറസിന് പെട്ടെന്ന് തന്നെ ഞരമ്പിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയും, ഞാൻ നേരത്തെ പറഞ്ഞു ഞരമ്പിന്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമ്മുടെ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും എഫക്റ്റീവ് ആകും. അപ്പൊ ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്, പക്ഷേ സംഭവിക്കാം. ഈ ഒരു കാര്യം പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് മുഖത്ത് കടിയേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കൈകളിൽ കടിയേൽക്കുമ്പോഴോ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തും വിരലുകളിലുമൊക്കെ ഞരമ്പുകൾ വളരെ കൂടുതലാണ്, നെർവിന്റെ ഡെൻസിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പൊ അവിടെ ഒരു കടിയേറ്റാൽ വൈറസിനൊരു ഞരമ്പിനെ കണ്ടെത്താനായിട്ട് വലിയ താമസമില്ല, പെട്ടെന്ന് തന്നെ ഞരമ്പിനെ കണ്ടെത്തുകയും അതിനകത്തോട്ട് കയറി പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് കാരണമാണ് ഈ സ്ഥലങ്ങളിൽ കടിയേൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും റിസ്ക് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം പറയും. അപ്പൊ ചോദിക്കാം, അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈ 5-6 മരണം സംഭവിക്കുന്ന അങ്ങ് ഉൾക്കൊള്ളണമെന്നാണോ? അതോ ഇതും നമുക്ക് തടയാൻ പറ്റില്ല? ഇതും നമുക്ക് തടയാൻ പറ്റും, ഇനിയും തടയാൻ പറ്റും. അതെങ്ങനെ തടയാൻ പറ്റും? ഒന്ന്, നമ്മുടെ വീട്ടില് വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ കുത്തിവെക്കണം, അവർക്ക് റേബീസിനെതിരെയുള്ള വാക്സിൻ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന തെരുവ് പട്ടികൾക്കും നായകൾക്കും അവർക്കും നമ്മൾ വാക്സിൻ കൊടുത്താൽ മാത്രമേ ഈ സമൂഹത്തിൽ മൃഗങ്ങളുടെ ഇടയിലുള്ള റേബീസിന്റെ അളവ് കുറയുകയും അതുമൂലം അവർ കടിക്കുമ്പം അവരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന റേബീസിന്റെ തോതും കുറയുകയും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. രണ്ടാമത് നമുക്ക് വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ്. എന്താണ് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ, നമുക്കൊരു കടി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു മുൻകരുതലായിട്ട് നമുക്കൊരു വാക്സിൻ എടുക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഓരോ അസുഖത്തിന്റെ എതിരെ നമ്മൾ വാക്സിൻ എടുക്കുന്നത് അസുഖം വന്നതിന് ശേഷം അല്ലല്ലോ, അസുഖം വരുന്നതിന് മുമ്പാണ് എടുക്കുന്നത്, അസുഖം വരാതിരിക്കാനായിട്ട്. അതേപോലെ തന്നെ റേബീസിന് നമുക്ക് എടുക്കാൻ പറ്റും. അതിനെ നമ്മൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നാണ് പറയുന്നത്. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വളരെയധികം ഫലപ്രദമായ ഒരു ചികിത്സാ രീതി, പ്രിവെന്റീവ് തെറാപ്പിയാണ്. ഇന്ന് വരെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് അല്ലെങ്കിൽ മുൻകരുതൽ വാക്സിനേഷൻ എടുത്ത ഒരാൾക്ക് റേബീസ് വന്നതായിട്ട് ഒരു റിപ്പോർട്ടും ലോകത്തെങ്ങും തന്നെ ഇല്ല. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവരും, പ്രത്യേകിച്ചും കുട്ടികളും, പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ 4 ചുറ്റും നമുക്ക് പട്ടികൾ കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ തെരുവ് നായകളുടെ കടി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? ഇതിന് യഥാർത്ഥത്തിൽ 3 ഡോസാണ് ഉള്ളത്.
3 ഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു വാക്സിൻ എടുക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഡോസ് എടുക്കുന്നു, പിന്നെ 3-4 ആഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ഡോസ് എടുക്കുന്നു. ഇങ്ങനെ 3 ഡോസ്. അപ്പൊ അത് ഒറ്റ കുത്തിവയ്പ്പുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ എപ്പോഴായാലും നമുക്ക് പട്ടിയുടെ ഒരു കടി ലഭിച്ചാൽ ആ കടിച്ച സ്ഥലത്ത് ഒരുവിധ ഇഞ്ചക്ഷനും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 4-5 ദിവസം പോയി ഒന്നിൽ കൂടുതൽ കുത്തിവയ്പ്പുകളും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെറും 2 ഡോസ് എടുത്താൽ മതിയാവും. കടിച്ച അന്ന് ഒരു ഡോസും 3ന്റെ അന്ന് ഒരു ഡോസും, ജസ്റ്റ് 2 ഡോസ് മാത്രം മതി. അപ്പൊ ഇത് വളരെയധികം ഫലപ്രദമായ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പൊ അതും നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുന്നു, മുൻകരുതൽ വാക്സിനേഷൻ എടുത്താൽ അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ വാക്സിൻ ഫെയിലർ വരാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തത്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു കടി ലഭിച്ചാൽ അപ്പോഴും നമ്മൾ കടിച്ച സ്ഥലം കഴുകണം, നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ മുറിവിൽ ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല. നമുക്ക് വാക്സിൻ 2 വാക്സിൻ മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഇടയിൽ പലപ്പോഴും ഡയബറ്റീസിനേക്കാളും ഇപ്പം കീമോതെറാപ്പി എടുക്കുന്നവര്, ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉള്ളവര്, പ്രതിരോധ ശക്തി കുറവുള്ളവര്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, സ്റ്റിറോയിഡ്സ് കഴിക്കുന്നവര്, ആ രോഗികള് ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന സാധനം, നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്നും ഇതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും പ്രത്യേകിച്ച് പറയണം. കാരണം അവർക്ക് നമ്മൾ ഇതിന്റെ ചികിത്സ കുറച്ച് ലേശം വ്യത്യാസമായിട്ടാണ്, അവർ കുറച്ചുകൂടെ നമ്മൾ കെയർ എടുത്ത് ചില വാക്സിൻസ് ചിലപ്പം എക്സ്ട്രാ ഡോസ് ആയിട്ട് അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറോട് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ വീട്ടിൽ നമുക്ക് വളർത്തുനായുണ്ട്, മൃഗങ്ങളുണ്ട്, അവർക്ക് നമ്മൾ വാക്സിനേഷൻ എടുത്തു. അപ്പം അവരുടെ ഒരു കടി കിട്ടിയാൽ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ മറുപടി, വീട്ടിൽ വളർത്തുനായ കടിച്ചാലും തീർച്ചയായിട്ടും കുത്തിവയ്പ്പ് എടുക്കണം. കാരണം ഒരു വളർത്തുനായ്ക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ഫലപ്രദമായിരിക്കണം എന്നുള്ളതിന് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ നിഷ്കർഷിക്കുന്നുണ്ട്. ആ പട്ടിയുടെ പ്രായം 1 വയസ്സിൽ കൂടുതലായിരിക്കണം, 2 ഡോസ് കിട്ടിയതായിരിക്കണം, നല്ല വാക്സിൻ ആയിരിക്കണം. ഇതെല്ലാം നമുക്ക് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഒരു കാരണവശാലും റിസ്ക് എടുക്കരുത്. വളർത്തുമൃഗങ്ങൾ കടിച്ചാലും തീർച്ചയായിട്ടും നമ്മൾ വാക്സിൻ എടുത്തിരിക്കണം. ഒന്നുകൂടെ ഞാൻ ഊന്നൽ കൊടുത്തു പറയുന്നു, ഇത് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമ്മൾ എല്ലാവരും കൂടെ കൈയോർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിത് ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ. നന്ദി, നമസ്കാരം.